നേരത്തെ NDA പാർലമെന്ററി പാർട്ടി യോഗമാണ് നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്തത്. NDA ശക്തമായ സഖ്യ സർക്കാരായിരിക്കുമെന്നും സമവായത്തിലൂടെ മുന്നോട്ട് നീങ്ങുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. EVM-നെ പരിഹസിച്ചവർ നിശബ്ദരായെന്ന് മോദി കുറ്റപ്പെടുത്തി. 10 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസിന് 100 സീറ്റ് പോലും കിട്ടിയില്ലെന്നും നരേന്ദ്രമോദി പരിഹസിച്ചു. तो मैंने किसी को पूछा, यार ये तो ठीक है आंकड़े वांकड़े, तो मुझे ये बताओ कि EVM जिंदा है कि मर गया? പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ തന്റെ 10 വർഷത്തെ ഭരണം രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമാണെന്ന ആശയം പ്രതിഫലിപ്പിക്കാനായിരുന്നു നരേന്ദ്രമോദിയുടെ ശ്രമം. 10 വർഷത്തിന് ശേഷവും 100 സീറ്റുകൾ മറികടക്കാൻ കോൺഗ്രസിനായില്ല. 2014-ലും 19-ലും 24-ലും കോൺഗ്രസ് നേടിയ സീറ്റുകൾ കൂട്ടിവെച്ചാൽ പോലും BJP ഇത്തവണ നേടിയ സീറ്റുകളുടെ എണ്ണത്തോടെത്താൻ കോൺഗ്രസിനാകില്ല. ഇന്ത്യ മുന്നണി മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മോദി നിരീക്ഷിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ ദുഷ്പ്രചരണം നടത്തിയവർ ഇപ്പോൾ മൗനത്തിലാണ്. ये लोग तय करके बैठे थे कि भारत के लोकतंत्र और लोकतंत्र की प्रक्रिया के प्रति विश्वास ही लोगों का उठ जाए, और लगातार EVM को गाली देना. और मुझे तो लगता था कि शायद इस बार वो EVM की अर्थी का जुलूस निकालेंगे, लेकिन 4 जून शाम आते आते उनको ताले लग गए. EVM ने उनको चुप कर दिया. തൃശൂരിൽ താമര വിരിയിച്ച പ്രവർത്തകരെ മോദി മുക്തകണ്ഠം പ്രശംസിച്ചു. കേരളത്തിൽ BJP വിജയിക്കുന്നത് തടയാനായിരുന്നു 2 മുന്നണികളുടെയും ശ്രമം. ജമ്മുകാശ്മീരിലതിനേക്കാൾ കേരളത്തിൽ BJP പ്രവർത്തകർ ത്യാഗം സഹിച്ചു. കേരളത്തിലെ വിജയം രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുകയാണെന്നും മോദി വ്യക്തമാക്കി. केरल हमारे सैकड़ों कार्यकर्ताओं के बलिदान हुए हैं. UDF हो या LDF हो, शायद हिंदुस्तान के राजनीतिक जीवन में इतना जुल्म एक विचारधारा को लेकर के जीने वाले लोगों पर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ है. സെൻട്രൽ ഹാളിലേക്ക് എത്തിയ മോദിയെ കയ്യടികളോടെ മുദ്രാവാക്യം മുഴക്കിയാണ് NDAയുടെ MPമാർ സ്വീകരിച്ചത്. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത മോദി ഭരണഘടനയെ തൊട്ടുതൊഴുതു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.